സാധാരണ സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ ഒന്ന് കൂടുതൽ ശ്രദ്ധിച്ചിരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. തുടക്കത്തിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു 10 ഇരട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാധാരണ പറയും ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ ജയിലിൽ പോവുകയാണ് വേണ്ടുന്നത്. അതുപോലെ തന്നെ ഈ ഖത്തർ എന്ന രാജ്യത്തിന്റെ ജയിലിൽ പോയിട്ട് വന്നിട്ടുള്ളവരും അതുപോലെ അവിടെ ഇപ്പോ ആ ജയിലിലുള്ളവരുടെ ബന്ധുക്കളും ഒക്കെയാണ് ഞങ്ങളുടെ ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന. ഇതിൽ നമ്മൾ കഴിഞ്ഞ 28-ാം തീയതി രക്ഷ എന്നൊരു ആപ്പ് പുറത്തിറക്കിയിട്ട് രക്ഷ എന്നുള്ളൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്ത സമയത്ത് ഇപ്പൊ പത്രക്കാരുടെ സൈഡിൽ നിന്ന് നമ്മൾ ഈ മീഡിയന്റെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും സഹായം ഉണ്ടാവുക ആരുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ള ഒരു ചർച്ച വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സഹായം ഉണ്ടാവുക നമുക്ക് മാധ്യമത്തിന്റെയും മീഡിയ വണ്ണിന്റെയും ഭാഗത്തു നിന്നാണ് എന്നായിരുന്നു എല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇതില് മാധ്യമത്തിന്റെ ആളുകളുണ്ടോ? മാധ്യമത്തിന്റെ പത്രത്തിന്റെ അറിയാൻ വേണ്ടി ചോദിക്കാം. ഉണ്ടോ? അതെ. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഒരു നമ്മളെ പറ്റിയിട്ട് വേണ്ടാത്തൊരു കാര്യം പറഞ്ഞു വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഞങ്ങളൊന്ന് വിളിച്ചു ചോദിക്കുക എന്ന് പറയുന്ന ഒരു മര്യാദ കാണിച്ചില്ല എന്നുള്ള ഒരു പരാതി ഞങ്ങൾക്ക് ആദ്യമേ ഉണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുമായിരുന്നു 2 ആൾക്കാരുടെ അടുത്ത്. ഒരു വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടന വേറെയാണെന്നും ഈ തടവുകാരുടെ ബന്ധുക്കൾ വേറെയാണെന്നും പെട്ടെന്ന് തടവുകാരുടെ ബന്ധുക്കൾ പാവപ്പെട്ടവരായി ഇത്രയും കാലം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ഈ ഒരു സംഭവം വന്നപ്പോൾ തടവുകാരുടെ ബന്ധുക്കളെയും ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടന വേറെയാണ് എന്നുള്ളൊരു ചിത്രം ഉണ്ടാക്കുകയാണ്. അതിന് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കി വെക്കുകയാണ്. ഇത് ഇന്ന് വരെയും നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഇതിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് വരെയും ഈ പറയുന്ന തടവുകാരുടെ ബന്ധുക്കളും ഞങ്ങളും കൂടി തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. ഞാൻ 10 വർഷം കിടന്നിട്ടുള്ളതാണ് ജയിലിൽ. ഇറങ്ങി വന്ന ഞങ്ങളും കൂടുന്നതാണ് ഈ സംഘടന. അല്ലാതെ പുറത്തുള്ള ഞങ്ങൾക്ക് ഒരു ഓണം നടത്താനോ വിഷു നടത്താനോ പെരുന്നാൾ നടത്താനോ ക്രിസ്മസ് നടത്താനോ ഉള്ള സംഘടനയല്ല. KMCC പോലെയോ ഇൻകാസ് പോലെയോ സംസ്കൃതി പോലെയോ അതുപോലെ മറ്റേത് സംഘടന പോലെയോ അല്ല. ഞങ്ങൾക്ക് ജയിലിൽ കിടക്കുന്ന ഇന്ത്യക്കാർ മാത്രമാണ് ഞങ്ങളുടെ സബ്ജക്ട്. കഴിഞ്ഞ വർഷം 8000 ആയിരുന്നത് ഈ വർഷം 10000 ആകുന്നു. ഇത് മാത്രമാണ് ഞങ്ങളുടെ സബ്ജക്ട്. നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ സബ്ജക്ട് എന്ന് പറയുന്നത്, മറ്റൊന്നുമല്ല. ഇതില് ഇതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് പല പ്രസ് മീറ്റുകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം മാത്രം എന്തുകൊണ്ട് സബ്ജക്റ്റ് ആവുന്നു എന്നുള്ളത്. അതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും വിവേചനപരമായ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ ഖത്തർ മാത്രമാണ്. മറ്റു രാജ്യങ്ങളിലൊന്നും വിവേചനപരമായ എല്ലാ നിയമം നടപ്പിലാക്കുന്നത്. നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നോട് തന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് കാണാം. ICBF എന്ന് പറയുന്ന സംഘടന ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് ഇപ്പൊ ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. അവരെ അറിയിക്കാതെയാണ് രക്ഷാ പ്രോജക്റ്റ്. ഞങ്ങൾക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. നിങ്ങൾക്കതാ ഞാനിവിടെ ICBFന്റെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ കോപ്പിയാണിത്. നിങ്ങളുടെ ഫോണിലൊക്കെ കിട്ടും. ഇതിൽ നിങ്ങൾ കാണാം വാട്ട് ICBF ഡസ്. മെഡിക്കൽ സർവീസസ് നടത്തുക, അതുപോലെ തന്നെ മരിച്ചുപോയ ഡെഡ് ബോഡികൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ടിക്കറ്റ് എടുത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ICBFന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തിനാണ് ICBFനെ ഈ കാര്യം അറിയിക്കേണ്ടുന്നത്? ഇത് കൂടാതെ ICBFനെതിരെ പണം ദുരുപയോഗം ചെയ്തതിന് ഞങ്ങൾ റെഡ് പെറ്റീഷൻ കൊടുത്ത് നിലവിലാണ്. അവിടെയുള്ള പാവപ്പെട്ട ആളുകളുടെ അടുത്ത് നിന്നും $2 വീതം നിർബന്ധപൂർവ്വമായി പിരിച്ചെടുക്കുകയാണ്. ഈ പണം മുഴുവൻ ദുരുപയോഗം ചെയ്യാണ്. ഇപ്പൊ വെറുതെ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പൊതുജനങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അത് മീഡിയ കൊണ്ടും എന്താ പറയാ മാധ്യമവും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയാണ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ എന്താ പറയാ പ്രധാനമായിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്നത്. ഇത് കൂടാതെ മറ്റൊരു കാര്യം,
ഇവര് നമ്മുടെ സംഘടനയ്ക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ്. അതിന്റെ കൺവീനറാണ് സെലീന എന്ന് പറയുന്നത്. ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവര് പ്രധാനമന്ത്രിക്ക് അല്ല മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തതായിട്ട് പറഞ്ഞു. അറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയുടെ അനുമതിയുടെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. ഇൻകം ടാക്സിന്റെ അനുമതി ചെയ്താ ഇതാണ് ഇൻകം ടാക്സിന്റെ അനുമതി. അല്ല, വാർത്ത കൊടുക്കുന്നതല്ല. നിങ്ങളൊന്ന് ഞങ്ങളൊന്ന് വിളിച്ച് ചോദിക്കണ്ടേ ഇത് എന്താണ് ഈ സംഭവം എന്നുള്ളത്? ഇത് ഇവർക്ക് ഇത്രയും 10-15 വർഷങ്ങളായി എംബസി കൊടുത്ത വാർത്തയല്ല. എംബസി വാർത്ത കൊടുത്തിട്ടില്ല. എംബസിയുടെ അടുത്ത് ചെന്നു ഇവര്. എംബസി അങ്ങനെ തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ മാധ്യമത്തിന്റെ ഓഫീസിൽ പോയിട്ടില്ലാണ്. അപ്പൊ പറഞ്ഞത് എംബസി അങ്ങനെ ഷാനവാസ് പറയുന്നു. മാധ്യമം മീഡിയ വൺ പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ്. എംബസിയുടെ അടുത്ത് ബൈറ്റ് ചോദിച്ചു, മീഡിയ വൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരെന്നെ പറഞ്ഞു. അതെ അതെ അതെ. എന്തെങ്കിലും വിളിച്ചു പറയല്ല. അതാ വിറ്റ്നസ് ഉണ്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കൂ. 1-2 ആൾക്കാരുണ്ട്. ഞാൻ തനിച്ചല്ല പോയത്. ഞങ്ങൾ അതിനെതിരെ പോയിട്ടുണ്ടല്ലോ. അയാളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമം ഒരു കുറ്റം ചെയ്തു എന്നല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് സഹായമാകേണ്ടിയിരുന്ന ഒരു മാധ്യമങ്ങളുടെ നിങ്ങൾക്ക് അന്വേഷിക്കാം. നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വീഡിയോ ആണ്. അതെ, അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്നുള്ളത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടുന്ന കാര്യം എന്താണ്? ICBF സ്കോപ്പ് ഇല്ലാത്ത ഒരു ഏരിയയിൽ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഇപ്പൊ എന്താ പറയാ, നാളെ ആര് കൊടുത്തത്? മാധ്യമത്തിനെതിരെ പരാതിയില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പത്രക്കാരാവുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു കാര്യം ആളുകൾ എന്താ പറയാ ദുഷ്ടലാക്കോടുകൂടെ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് കൂടെ ഒന്ന് ചോദിക്കണം എന്നുള്ള പരാതിയെ മാധ്യമത്തിന്റെ തർക്കങ്ങൾ മാധ്യമമായിട്ട് തീർത്തോളി. നമുക്ക് ഇടപെടാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് ജനറലായിട്ട് പറയാണ്ട് ഞങ്ങൾ കൊടുക്കാം. മാധ്യമമായിട്ട് നിങ്ങൾ തർക്കിക്കാൻ നിങ്ങൾ ആ വാർത്തകൾ കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ആ വാർത്തയല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് അതൊരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുറച്ച് രക്ഷിതാക്കൾ മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പം സക്കരിയ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട് അവിടെ. അദ്ദേഹം അറിയപ്പെടുന്നത് കാലൻ സക്കരിയ എന്നാണ്. അങ്ങനെ പറഞ്ഞാലേ അറിയൂന്ന് പറഞ്ഞേക്കാം. അപ്പൊ ഈ വ്യക്തിയുമായിട്ട് ഞങ്ങൾക്കൊന്നും യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ ഈ കുറച്ച് ദിവസം മുമ്പേ ഞങ്ങളുടെ വോയിസ്, എന്റെ അടക്കം ഈ അമ്മമാരുടെ 1-2 പേരുടെ വോയിസുകൾ ഫേസ്ബുക്കിൽ കിടന്ന് കറങ്ങാണ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റില്. എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നറിയില്ല. ഞങ്ങൾ അമ്മമാര് മാത്രം 10-60 പേരുള്ള ഈ ഗ്രൂപ്പില് എങ്ങനെ ഇയാൾ ഈ വോയിസ് എടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതിനെതിരെ ഞങ്ങൾ കമ്മീഷണർക്ക് പരാതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ വ്യാപകമായിട്ട് ഫണ്ട് പിരിച്ചു എന്നുള്ള രീതിയിലാണ് അതിൽ കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ ബാക്കും മുന്നും കുറെ വോയിസുകളുണ്ട്. ഇത് അദ്ദേഹം എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡൽഹിയിൽ പോയ സമയത്ത് ഈ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും ഞങ്ങൾ അന്നാന്ന് അധ്വാനിക്കുന്ന ആളുകളാണ്. ഡൽഹിയിൽ പോകുന്ന സമയത്ത് ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളോട് ചോദിച്ചു ആർക്കൊക്കെ പോകാൻ പറ്റും. അന്ന് പോകാൻ പറ്റുന്ന കുറച്ച് ആളുകൾ 5-6 പേര് തയ്യാറായി. ഇവരടക്കം 3 പേര് 9 പേര് തയ്യാറായി. ആ തയ്യാറായ ആളുടെ ഫണ്ട് അവരവിടെ താമസിക്കുന്നതിന്റെയും അതിന്റെയൊക്കെ ഫണ്ട് കൊടുക്കേണ്ടത് ഞങ്ങൾ രക്ഷിതാക്കളാണ്. ഞങ്ങൾക്ക് പുറത്തുനിന്നൊരു ഫണ്ടില്ല.
ഇപ്പൊ ഈ രക്ഷിതാക്കൾ എല്ലാവരും കൂടി 1000, 500, 2000 വെച്ചിട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ പോയി വന്നത്.